ഇന്റർനാഷണൽ ട്രേഡ് തിയറിയിലെ ഒരു ന്യൂ തിയറിയാണ് ലിന്തേഴ്സ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇത് ലിന്തേഴ്സ് തിയറി ഓഫ് വോളിയം ഓഫ് ട്രേഡ് ആൻഡ് ഡിമാൻഡ് പാറ്റേൺ എന്ന പേരിലും അറിയപ്പെടുന്നു. സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എസ്.ബി. ലിന്തറാണ് ഈ തിയറി പ്രപ്പോണ്ട് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്റർനാഷണൽ ട്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് വോളിയം ഓഫ് ട്രേഡ് ഇൻ മാനുഫാക്ചേഴ്സും അതുപോലെ തന്നെ പ്രപ്പോർഷൻ ഓഫ് നാഷണൽ ഇൻകം ബിറ്റ്വീൻ പേയേഴ്സ് ഓഫ് ടു കൺട്രീസുമാണ്. ലിന്തറിന്റെ അഭിപ്രായത്തിൽ ഒരു രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ഗ്രോ ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഡിമാൻഡ് പാറ്റേണിൽ ഒരു എക്സ്പാൻഷൻ ഉണ്ടാകും. ഇത് ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സിന്റെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിലേക്ക് നയിക്കും. ഇത്തരത്തിലുണ്ടാകുന്ന ഈ എക്സ്പാൻഷൻ കൺട്രീസിന് എക്സ്പോർട്ട്സ് ഗുഡ്സിൽ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് നൽകുന്നു. ഈ രീതി അനുസരിച്ച് ഒരു കൺട്രിയിലേക്ക് വരുന്ന എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഡിമാൻഡ് പ്രൊഡക്ട്സ് ആണ്. ഈ തിയറിക്ക് ചില അസംഷൻസ് ഉണ്ട്. അതനുസരിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ഡിമാൻഡുള്ള ഗുഡ്സിൽ മാത്രമായിട്ട് ലിമിറ്റഡ് ആയിരിക്കും. കൂടാതെ ഈ രണ്ട് രാജ്യങ്ങളിലും ഈ ഗുഡ്സിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഡൊമസ്റ്റിക് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിൻ്റെ സാധ്യതയെ നിർണ്ണയിക്കുന്നത് ആ രണ്ട് രാജ്യങ്ങളിലുള്ള സിമിലർ ഇൻകം ലെവലായിരിക്കും. അങ്ങനെ സിമിലർ ഇൻകം ലെവലുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റൂ. ലിന്തർ പ്രൈമറി പ്രോഡക്ട്സും അതുപോലെ തന്നെ മാനുഫാക്ചർ പ്രോഡക്ട്സും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിവ് കീപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രൈമറി പ്രോഡക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ റിലേറ്റീവ് നാച്ചുറൽ റിസോഴ്സസ് എൻഡോമെൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അനലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ലിന്തേഴ്സ് തിയറി. ഫോറിൻ ട്രേഡിലൂടെ മാത്രമേ ഡൊമസ്റ്റിക് ട്രേഡിനെ എക്സ്റ്റൻഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇന്നോവേറ്റിംഗ് സെൻറ്റേഴ്സസ് ഓൺ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്. ഡൊമസ്റ്റിക് ഡിമാൻഡ് വിച്ച് ഗീവ്സ് മണി വാച്ചസ് എക്സ്പോർട്ട് പോസിബിലിറ്റി. ലിന്തേഴ്സ് തിയറിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് പ്രിഫറൻസ് സിമിലാരിറ്റി എന്ന് പറയുന്നത്. പ്രിഫറൻസ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡിൽ ഏർപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് എന്തെങ്കിലും കയറ്റുമതി ചെയ്യുമ്പോഴോ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻകം ലെവലും അതുപോലെ തന്നെ ഡിമാൻഡ് പാറ്റേൺസും സിമിലർ ആയിരിക്കും. ടു കൺട്രീസ് ആണുള്ളത്, എ ആൻഡ് ബി. തന്നിരിക്കുന്ന ഗ്രാഫിലെ എക്സ് ആക്സിസ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ടു കൺട്രീസും അതേപോലെ തന്നെ വൈ ആക്സിസ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ഇൻ ടു കൺട്രീസുമാണ് സൂചിപ്പിക്കുന്നത്. ഉയർന്ന പെർ ക്യാപിറ്റ ഇൻകം OYA ആയിട്ടുള്ള കൺട്രി ഉയർന്ന ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ടുള്ള OQA ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി കുറഞ്ഞ പെർ ക്യാപിറ്റ ഇൻകം OYB ഉള്ള കൺട്രി കുറഞ്ഞ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിട്ടുള്ള OQB ആയിരിക്കും ഡിമാൻഡ് ചെയ്യുക. ഈ കൺട്രീസിലെ വ്യക്തികൾക്കിടയിൽ ഇൻകം ഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് കൺട്രീസും തമ്മിൽ ഒരു വ്യാപാരം നടക്കുകയില്ല. കാരണം ഈ രണ്ട് കൺട്രീസിലെയും പീപ്പിൾസസ് ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും ഡിമാൻഡ് ചെയ്യുക. കൺട്രി എയുടെ പ്രൊഡക്റ്റ് റേഞ്ചാണ് AS സൂചിപ്പിക്കുന്നത്. കൺട്രി ബിയുടെ പ്രൊഡക്റ്റ് റേഞ്ചാണ് BD സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് പൊസിഷൻ ഓഫ് ദി ഡിമാൻഡ് എന്ന് പറയുന്നത് BC = KS ആയിരിക്കും. അതായത് BKSC എന്ന് പറയുന്ന ഏരിയ സൂചിപ്പിക്കുന്ന ഓവർലാപ്പിംഗ് ഡിമാൻഡിനെയാണ്. ക്രിറ്റിസിസം. എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് ഈ തിയറി പറയുന്നുണ്ട്. ബട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നില്ല. ക്വാളിറ്റി എന്നൊരു കൺസെപ്റ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നൊന്നും പറയുന്നില്ല. പിന്നെ ക്വാളിറ്റി എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകത്തിനെയും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനെയും അഫക്റ്റ് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല. എംപിരിക്കൽ വെരിഫിക്കേഷൻ ഒന്നും അത്ര സാറ്റിസ്ഫാക്ടറി അല്ല.